പ്രത്യാശയുള്ളത് കൊണ്ട്. യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 18-ാം വാക്യമാണ് നാം ചിന്തിക്കുന്നത്. പ്രത്യാശയുള്ളത് കൊണ്ട്. യോബിനോട് പല സന്ദർഭങ്ങളിൽ യോബ് പറഞ്ഞിട്ടുണ്ട്, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. എന്നാൽ ഒരു വ്യക്തിക്ക് പ്രത്യാശയുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും, നിർഭയനായിരിക്കും, ഭയമില്ലാത്തവനായിരിക്കും. പ്രത്യാശയുള്ളത് കൊണ്ട് നിന്നെ വിളിച്ചത് ആരാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, അകത്തൊരു പ്രത്യാശയുള്ളത് കൊണ്ട് ഇവിടുത്തെ ഒരു പ്രതിസന്ധികൾക്കും നിന്നെ ഭയപ്പെടുത്താൻ കഴിയുകയില്ല. അത് രോഗത്തിനാകട്ടെ, ജീവിതത്തിലെ നഷ്ടങ്ങൾക്കാകട്ടെ, ജീവിതത്തിലെ പ്രതിസന്ധികൾക്കാകട്ടെ, അതൊന്നും നിന്നെ ഭയപ്പെടുത്താൻ കഴിയുകയില്ല. അടുത്ത വാക്ക് പറയുകയാണ്, നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും. നീ ചുറ്റും നോക്കുമ്പോൾ എല്ലാം അനുകൂലമായ സാഹചര്യങ്ങളൊന്നും അല്ലെങ്കിലും നീ സ്വൈര്യമായി വസിക്കുന്നതിന്റെ കാരണം അകത്തൊരു പ്രത്യാശയുണ്ട്, അകത്തൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുള്ളത് കൊണ്ട് ഭയം ഇല്ലാതെ സ്വൈര്യമായി വസിക്കാൻ ഒരു കൃപയുണ്ട്, ഒരു കൃപ ദൈവം തരുന്നുണ്ട്. ആ ഒരു പ്രത്യാശ നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിക്കട്ടെ. കർത്താവേ, ഈ പ്രഭാതത്തിൽ ആ പ്രത്യാശ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.